പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് നുണയാണ്. എല്ലാം ഒന്നല്ല രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ നുണയാന്നല്ല, എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എന്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ്. ഉത്തരം പറ. അത് നിർമ്മാതാവ് ലിസ്റ്റിനും സാന്ദ്ര തോമസും പൊരിഞ്ഞ അടി. ലിസ്റ്റിനാണ് ആവശ്യമില്ലാതെ ഇപ്പം മമ്മൂക്കയുടെ പേര് അതിലേക്ക് വലിച്ചടിച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മമ്മൂക്കയുടെ ഫോൺ കോളിനെ കുറിച്ച് വെളിപ്പെടുത്തിയത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ലിസ്റ്റിനും സാന്ദ്രയും തമ്മിലുള്ള പോര്. സിനിമാ നടന്മാർ അഹങ്കാരികളാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. പണ്ട് സാന്ദ്ര അസുഖം ബാധിച്ച് കിടന്നപ്പോൾ സുഖവിവരങ്ങൾ അന്വേഷിച്ച മമ്മൂക്കയുടെ വീഡിയോയും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സാന്ദ്രയുടെ ഒരു പഴയ വീഡിയോയും പങ്കുവച്ചിരുന്നു ലിസ്റ്റിൻ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? അതിനു പിന്നാലെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തുറന്നടിച്ചത്. സാന്ദ്ര പറയുന്നത് നുണയാണ്, ഇപ്പോൾ കാണിക്കുന്നത് വെറും ഷോ മാത്രം. ആദ്യം പർദ്ദയിട്ട് വന്നു, പിന്നെ വന്നപ്പോൾ പർദ്ദ കിട്ടിയില്ലേ എന്നു ലിസ്റ്റിൻ പരിഹസിച്ചു. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടേയുള്ളൂ. ലിസ്റ്റിൻ പറഞ്ഞതിനുള്ള ചുട്ട മറുപടിയായിട്ടാണ് സാന്ദ്ര വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി വിട്ടു. പറഞ്ഞത് നുണയെന്ന് തെളിയിച്ചാൽ ഇൻഡസ്ട്രി വിടാം. ലിസ്റ്റിൻ തയ്യാറുണ്ടോ? കൂടാതെ മമ്മൂട്ടിയെ ആരും വലിച്ചിട്ടതല്ല, അദ്ദേഹം താനേ വന്ന് കയറിയതാണ്. എന്തൊക്കെയാണെങ്കിലും അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് പുതിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. പാവം മമ്മൂക്ക അറിയാതെ ഒന്ന് വിളിച്ചു പോയതാണ്.